ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മൾ പിരമിഡ് ഓഫ് നമ്പേഴ്സും പിരമിഡ് ഓഫ് എനർജിയൊക്കെയാണ് പറഞ്ഞത് അല്ലേ? പിരമിഡ് ഓഫ് എനർജി പറഞ്ഞു, പിരമിഡ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. ബയോമാസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മാസാണ് അല്ലേ? ബയോളജിക്കൽ മാസാണ് ബയോമാസ് എന്ന് പറയുന്നത്. So there is a gradual decrease in biomass from producer to the higher trophic level. അതായത് നമ്മൾ നേരത്തെ എനർജി പറയുന്ന പോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകും തോറും ബയോമാസ് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പാണുള്ളത്, അപ്രൈറ്റും ഇൻവേർട്ടഡും. When large net biomass of producers support a smaller weight of consumers, ഇപ്പോൾ ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ബയോമാസാണ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ ബയോമാസാണ് കൂടുതലുള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് സപ്പോർട്ട് എ വെരി സ്മോൾ വെയ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ മാസ് അല്ലെങ്കിൽ എണ്ണം പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ നമ്മളതിനെ അപ്രൈറ്റ് എന്ന് പറയും. അതായത് താഴെയായിരിക്കും ഏറ്റവും കൂടുതൽ. താഴെ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ ഏറ്റവും താഴത്തെ ട്രോഫിക് ലെവലിൽ വരിക. അവരേറ്റവും കൂടുതലും മുകളിലെ ട്രോഫിക് ലെവലിലേക്ക് പോകും തോറും നമ്പർ എന്തായിരിക്കും? കുറവുമായിരിക്കും അല്ലേ? നെക്സ്റ്റ് ഈസ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് എന്ന് പറയുന്നത് വെൻ സ്മോളർ വെയ്റ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് സപ്പോർട്ട് കൺസ്യൂമർ വെയ്റ്റ് ഓഫ് ലാർജർ വെയ്റ്റ്. അതായത് ഇപ്പോൾ അക്വാറ്റിക് ഇക്കോസിസ്റ്റത്തിൽ എടുക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം കുറവും കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കൂടുതലുമാണ്. അതായത് പിരമിഡ് നേരെ തല കുത്തനെ നിൽക്കും അല്ലേ? ഏറ്റവും താഴെയുള്ളത് വളരെ കുറവും ഏറ്റവും കൂടുതലുള്ളത് മുകളിലും ആയിരിക്കും അല്ലേ? കൺസ്യൂമേഴ്സ് കൂടുതലും പ്രൊഡ്യൂസേഴ്സ് കുറവും. ക്ലിയർ ആണല്ലോ അത്? അതായത് നമ്മളൊരു ട്രയാങ്കിളിൻ്റെ വീതിയുള്ള ഭാഗം താഴെ വരുന്നതാണ് എന്ത്? അപ്രൈറ്റ് എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ആ വീതിയുള്ള ട്രയാങ്കിളിൻ്റെ വീതിയുള്ള ഭാഗം താഴെ വരും, ആ കൂർത്തിരിക്കുന്ന ഭാഗം മുകളിൽ വരും അല്ലേ? അതായത് കൺസ്യൂമേഴ്സ് കുറവായിരിക്കും. ഇനി ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോഴോ ഈ ട്രയാങ്കിളിന് നേരെ തല കുത്തനെ നിർത്തുക അല്ലേ? ആ കൂർത്ത ഭാഗം താഴെ വരും, വീതിയുള്ള ഭാഗം എവിടെ വരും? മുകളിൽ പോവും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് പിരമിഡ് ഓഫ് ബയോമാസ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഒരു ടേമാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ടേമാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് ഈ കോൺസെൻട്രേഷൻ കൂടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. അതിനകത്ത് വേറൊരു അതായത് കോൺസെൻട്രേഷൻ കൂടുക എന്നുള്ളതാണ് ന്യൂട്രിയൻസിൻ്റെ. ചിലപ്പം കൂടുതലാവാം, ചിലപ്പോൾ കുറവാവാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത 2-3 ടേമുകളിൽ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ആവും. ഇനി വേറൊരു ടേം കൂടെ ഉണ്ട്, ഫൈറ്റോ പ്ലാങ്ക്ടൺ. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ഓർഗാനിസം ദാറ്റ് ലിവ് ഇൻ വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതും ഒരു ടേമാണ്. എവിടെയെങ്കിലും ഈ ടേം കേട്ടിട്ടുണ്ടെങ്കിൽ ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതല്ലാണ്ട് ഈ ഒരു ഫൈറ്റോ പ്ലാങ്ക്ടന് പ്രത്യേകിച്ച് റെലവൻസ് ഒന്നും നമ്മുടെ സിലബസിലില്ല. പക്ഷേ എവിടെയെങ്കിലും ഈ ടേം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഓക്കെ ഇത് വാട്ടർ ബോഡിയിൽ കാണപ്പെടുന്ന ഓർഗാനിസമാണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ടേം അവിടെ പറഞ്ഞത്. ഇനി യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നതോ ന്യൂട്രിയൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ യൂട്രോഫിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതെന്താണ്? വാട്ടർ ബോഡീസ് ഹൈ ഇൻ ന്യൂട്രിയൻസ്. അതായത് വളരെ ന്യൂട്രിയൻസ് കൂടുതലുള്ള വാട്ടർ ബോഡീനെയാണ് യൂട്രോഫിക്സ് എന്ന് പറയുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മണി പ്ലാന്റ് വെള്ളത്തിനകത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടറിനകത്ത് മണി പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവായിരിക്കും. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പം ന്യൂട്രിയൻസ് കൂടുതലാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് ഇലയും പിന്നെ കുറച്ച് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ താമരയൊക്കെ ചെളിയും വെള്ളവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള വെള്ളത്തിലാണ് നന്നായിട്ട് താമര വളരുക. ഇനി നിങ്ങൾ മണി പ്ലാന്റ് ആണെങ്കിലും നിങ്ങളൊന്ന് നല്ല പ്യുവർ വെള്ളത്തിന് പകരം കുറച്ച് ഇലയൊക്കെ അതിനകത്തിട്ട് ഒന്ന് അഴുകി കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മണി പ്ലാന്റിൻ്റെ ഗ്രോത്ത് കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ ബോഡിയിൽ ന്യൂട്രിയൻസ് കൂടി. അപ്പോൾ അങ്ങനെ ന്യൂട്രിയൻസ് കൂടിയ വാട്ടർ ബോഡിക്ക് നമ്മൾ യൂട്രോഫിക്സ് എന്നാണ് പറയാം. ഇനി ഒലിഗോട്രോഫിക് എന്താണ്? വാട്ടർ ബോഡീസ് ലോ ഇൻ ന്യൂട്രിയൻറ്റ്. ഒട്ടും ന്യൂട്രിയൻ്റ് ഇല്ലാത്ത വെള്ളത്തിനെയാണ് നമ്മൾ ഒലിഗോട്രോഫിക് എന്ന് പറയുക. അപ്പോൾ ഏത് വെള്ളത്തിലായിരിക്കും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്?
യൂട്രോഫിക്കിലായിരിക്കും. ഒലിഗോട്രോഫിക്കിൽ പ്ലാന്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. കാരണം അതിനകത്ത് എന്തില്ല, ന്യൂട്രിയൻസ് ഇല്ല എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ഡിസ്ട്രോഫിക് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ബോഡീസ് റിച്ച് ഇൻ അൺഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ, അതായത് അഴുകിക്കിടക്കുന്ന ഓർഗാനിക് മാറ്റർ ഇല്ല. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ പച്ചിലയും പിന്നെ മൃഗങ്ങളൊക്കെ വീണ്, ഇപ്പോൾ കാടിനകത്തുള്ള ഒരു 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 വാട്ടർ ബോഡി, അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മൃഗങ്ങൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ആ മൃഗത്തിൻ്റെ ബോഡി കാണും. പിന്നെ ഏതെങ്കിലും ഇലകൾ അതിനകത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് കാണും. അപ്പോൾ ഇങ്ങനെ അൺഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഉള്ള വെള്ളത്തിനെയാണ്, അതായത് നമ്മളിങ്ങനെ ഒരു തരം ബ്ലാക്ക് കളറായിട്ട് കൊഴുത്ത് കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനെയാണ് ശരിക്കും ഡിസ്ട്രോഫിക് എന്ന് വിളിക്കുക. അതും ശരിക്കും ന്യൂട്രിയൻ റിച്ച് തന്നെയാണ്. ഇനി മീസോട്രോഫിക് എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ് വിത്ത് ഇൻ്റർമീഡിയറ്റ് ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ, അതായത് ഒത്തിരി ന്യൂട്രിയൻസും ഇല്ല എന്നാൽ ന്യൂട്രിയൻസ് ഒട്ടും കുറവുമല്ല, ഇതിനിടയിൽ നിൽക്കുന്ന ഒരു വാട്ടർ ബോഡിക്കാണ് നമ്മൾ മീസോട്രോഫിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ യൂട്രോഫിക്കേഷൻ കണ്ടു, യൂട്രോഫിക് കണ്ടു, ഒലിഗോട്രോഫിക്, ഡിസ്ട്രോഫിക്, മീസോട്രോഫിക്, ഇത് ഇത്രയും ടേമുകൾ ഒരുമിച്ച് മനസ്സിലാക്കുക. ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് ഓർഗാനിസം ദാറ്റ് ലിവ് ഇൻ വാട്ടർ ബോഡീസ്. പിന്നെ പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, പെർമനൻറ്റ് ഫ്രോസൺ ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മൾ അന്റാർട്ടിക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെർമനൻ്റ് ആയിട്ട് ഗ്രൗണ്ട് ഫ്രോസൺ ആണല്ലേ, മഞ്ഞ് മൂടി കിടക്കുന്ന കാരണം. അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ പെർമാഫ്രോസ്റ്റ് എന്ന് പറയാം. അവിടെ ചില പ്രത്യേകതരം ചെടികളും മൃഗങ്ങളും പക്ഷികളും മാത്രമായിരിക്കും ഉണ്ടാവുക, കാരണം പെർമനൻ്റ് ആയിട്ട് ആ ഗ്രൗണ്ട് എന്താണ്, ഫ്രോസൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇക്കോസിസ്റ്റത്തിന് 2 കമ്പോണൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇക്കോസിസ്റ്റത്തിന് 2 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബയോട്ടിക്, സെക്കൻഡ് എന്ന് പറയുന്നത് അബയോട്ടിക്. അപ്പോൾ ഇക്കോസിസ്റ്റത്തിന് 2 കമ്പോണൻസ് ഉണ്ട്, ബയോട്ടിക്കും അബയോട്ടിക്കും. എന്താണ് ബയോട്ടിക് എന്ന് പറയുന്നത്? ഇക്കോസിസ്റ്റത്തിൽ എവിടെയാണോ ജീവനുള്ള ഭാഗം അതിനെ നമ്മൾ ബയോട്ടിക് എന്ന് വിളിക്കും. അതായത് ഇക്കോസിസ്റ്റത്തിൻ്റെ ലൈഫ് ഉള്ള ഭാഗത്തിനെ നമ്മൾ ബയോട്ടിക് എന്ന് വിളിക്കും, ലൈഫ് ഇല്ലാത്ത ഭാഗത്തിനെ നമ്മൾ അബയോട്ടിക് എന്ന് വിളിക്കും. അതാണ് ഇക്കോസിസ്റ്റത്തിൻ്റെ 2 കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പം ആദ്യം നമ്മൾ ബയോട്ടിക് ആണ് നോക്കാൻ പോകുന്നത്, അതായത് ലിവിങ് കമ്പോണൻ്റ് ഓഫ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റത്തിൻ്റെ ലിവിങ് കമ്പോണൻ്റ് ആയ ബയോട്ടിക് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബയോട്ടിക്കിൽ എന്തൊക്കെ വരും? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അപ്പോൾ എന്താണ് പ്രൊഡ്യൂസേഴ്സ്? ഒരു ഇക്കോസിസ്റ്റത്തിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അവരെ നമുക്ക് ഓട്ടോട്രോഫ്സ് എന്നും വിളിക്കാം. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട്, ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് എന്നാണ്. അതായത് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മൂവ് ചെയ്യുന്നതെന്നാണ്. അതിനാണ് ഓട്ടോമൊബൈൽ എന്നുള്ള വേർഡ് വന്നത്. ഓട്ടോ എന്ന് വെച്ചാൽ സ്വന്തം എന്നാണ്. അപ്പോൾ ഓട്ടോട്രോഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഓർഗാനിസംസ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്തായിരിക്കും? ഓട്ടോട്രോഫ്സ് ആയിരിക്കും. ഈ ഭൂമിയിൽ ഒരേ ഒരു ഓട്ടോട്രോഫ്സേ ഉള്ളൂ, അതെന്താണ്? പ്ലാന്റ്സ് ആണ്. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അവരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോട്ടിക്കിൽ ഫസ്റ്റ് എന്താണ്? പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഒബ്വിയസ്ലി എന്താണ്? ഈ പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആളുകൾ അല്ലേ, അവരാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ തന്നെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെർബിവറസ്, പ്ലാന്റ്സിനെ മാത്രം ഭക്ഷിക്കുന്ന ഓർഗാനിസം ആണെങ്കിൽ അവർ കൺസ്യൂമേഴ്സ് ആണ്. എന്ത് തരം കൺസ്യൂമേഴ്സ് ആണ്? ഹെർബിവേഴ്സ് ആണ്. ഇനി കാർണിവേഴ്സ് ഉണ്ട്, അതെന്താണ്? ആനിമൽസിനെ മാത്രം ഭക്ഷിക്കുന്നത് അല്ലേ. പിന്നെ ഒംനിവേഴ്സ് ഉണ്ട്, പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഭക്ഷിക്കുന്നതാണ് ഒംനിവേഴ്സ്. നെക്സ്റ്റ് സാപ്രോഫൈറ്റ്സ് ഓർ ഡെട്രീവോഴ്സ് ഫീഡ് ഓൺ ഡെഡ് ഓർഗാനിസം. ചത്ത് അഴുകിയതിനെ മാത്രം കഴിക്കുന്ന ചില ജീവികളുണ്ട്, അതിനെ നമ്മൾ എന്ത് പറയും? സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ഡെട്രീവോഴ്സ് എന്ന് പറയും. ഇവരെല്ലാം എന്ത് തന്നെയാണ്? കൺസ്യൂമേഴ്സാണ്. ഇവരെല്ലാം കഴിക്കുന്നവരല്ലേ, ഇവരാരും ഉണ്ടാക്കുന്നവരല്ല, കഴിക്കുന്നവരാണ്. സോ ഇവരെല്ലാം എന്താണ്? കൺസ്യൂമേഴ്സാണ്. അപ്പോൾ ബയോട്ടിക്കിൽ പ്രൊഡ്യൂസേഴ്സ് വരും. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോട്രോഫ്സ് ആണ്, എക്സാമ്പിൾ പ്ലാന്റ്സ് ആണ്. പിന്നെ കൺസ്യൂമേഴ്സിന് തന്നെ ഹെർബിവേഴ്സ് ഉണ്ട്, കാർണിവേഴ്സ് ഉണ്ട്, ഓംനിവേഴ്സ് ഉണ്ട്, സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ഡെട്രീവോഴ്സ് ഉണ്ട്. പിന്നെ എന്താണ്? ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്താണ്? ഇപ്പോൾ ഒരു ആനിമൽ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യാൻ ബാക്ടീരിയ ഒക്കെ വേണമല്ലോ. അപ്പോൾ അതാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ശരിക്കും കൺസ്യൂമേഴ്സ് അല്ല അല്ലേ. അപ്പോൾ ഇത് 3ഉമാണ്
നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ ബയോട്ടിക് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നത്. ഇനി എന്താണ് അബയോട്ടിക്? ജീവനില്ലാത്ത കാര്യം അല്ലേ. നമുക്ക് ഇത് മാത്രം ഉണ്ടായാൽ മതിയില്ലല്ലോ. നമുക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് അബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളും വേണം. അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളും നമ്മുടെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് വാട്ടർ, എയർ, ലൈറ്റ്, സോയിൽ. ഇതെല്ലാം എന്താണ്? അബയോട്ടിക് ഫീച്ചേഴ്സാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബയോട്ടിക് അബയോട്ടിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഒരു ടേം, ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്, പേഴ്സിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്, അഥവാ POPs, പേഴ്സിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. പേഴ്സിസ്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്, പെട്ടെന്ന് നശിച്ചു പോവാത്തത് എന്നൊക്കെയാണ് പേഴ്സിസ്റ്റൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഫീച്ചർ എന്താണെന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഈ പേഴ്സിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്നുള്ളത്. ദേ ആർ ഹസാർഡസ് കെമിക്കൽസ് ദാറ്റ് ത്രെട്ടൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് പ്ലാനറ്റ്സ് ഇക്കോസിസ്റ്റം. അതായത് മനുഷ്യരുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്ലാനറ്റിൻ്റെ ഇക്കോസിസ്റ്റത്തിനെയും ബാധിക്കുന്ന വളരെ ഹസാർഡസ് ആയിട്ടുള്ള, വളരെ ഹാനികരമായിട്ടുള്ള ചില കെമിക്കൽസിനെയാണ് നമ്മൾ POP എന്ന് പറയുക. ഇനി ഇതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. അതെന്താണ്? ദേ ആർ കെമിക്കലി സ്റ്റേബിൾ. അതായത് ദേ റിമെയിൻ ഇൻടാക്ട് ഫോർ എ ലോങ് ടൈം. അതായത് അതിന് ഒത്തിരി നാൾ അതേപോലെ തന്നെ നിൽക്കാൻ കഴിയും. ഇപ്പം നിങ്ങളൊരു ഒരു ഒരു ഇല അല്ലെങ്കിൽ ഒരു പച്ചക്കറി, ഇത് അങ്ങനെ തന്നെ നിലനിൽക്കില്ല അല്ലേ. കുറേ നേരം, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് അഴുകി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വലിയ ഡേഞ്ചർ അല്ല. കാരണം അഴുകി പോകുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഡേഞ്ചർ അല്ല. എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഡേഞ്ചറാണെന്ന് പറയുന്നത്? കാരണം അത് അങ്ങനെ തന്നെ കിടക്കും വർഷങ്ങളോളം. അതേപോലെ കെമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കാതെ ഇത് അങ്ങനെ തന്നെ ഭൂമിയിൽ കിടക്കും. അതാണ് POPയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പേഴ്സിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു കെമിക്കൽ റിയാക്ഷനും പോവില്ല, അത് അങ്ങനെ സ്റ്റേബിളായിട്ട് വർഷങ്ങളോളം കിടക്കും. പിന്നെ അതുപോലെ തന്നെ ലിപ്പോഫിലിക് ആണ്. ലിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ലിപ്പിഡ് സർജറി ഒക്കെ ചെയ്യാറില്ലേ. ലിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റാണ്. ഫിലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം, ഫാറ്റിനോട് ഇഷ്ടമുള്ളത്. ഫിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം എന്നാണ്. ഫിലോസഫി, നോളജിനോടുള്ള ഇഷ്ടത്തിനാണ് ഫിലോസഫി എന്ന് പറയുക. അപ്പോൾ ഫൈൽ, ബിബ്ലിയോഫൈൽ, പുസ്തകങ്ങളോട് ഇഷ്ടമുള്ള ആളാണ് ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം, ലിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റിനോടൊരു അഫിനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റിനോടൊരു ഇഷ്ടമുണ്ട് POPകൾക്ക്. അതിനർത്ഥം എന്താണ്? ദേ ഹാവ് എൻ അഫിനിറ്റി ഫോർ ഫാറ്റ്സ് ആൻഡ് ആർ ഈസിലി സോല്യുബിൾ ഇൻ ഫാറ്റ്. ഫാറ്റിൽ വളരെ പെട്ടെന്ന് സോല്യുബിൾ ആവുന്ന കെമിക്കൽസുമാണ് പേഴ്സിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വേണമെങ്കിൽ കടന്നുകൂടിയാൽ നമ്മുടെ ഫാറ്റിൽ അത് സോല്യുബിളായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പോവില്ല. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു POP അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞ് നമ്മുടെ ബോഡി അടക്കം ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫാറ്റിൽ എന്തുണ്ടാവും? ആ POP ഉണ്ടാവും. അത് ഫാറ്റിനോട് അഫിനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ, അത് കെമിക്കലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അത് എന്താവില്ല? ഡീകമ്പോസ് ആയി പോവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അക്യുമുലേറ്റ് ആൻഡ് മാഗ്നിഫൈ. എന്താണ്? ഇത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബോഡിയിൽ. അതുപോലെ തന്നെ മാഗ്നിഫൈ ചെയ്യും. എന്താണ് മാഗ്നിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ? മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും ഫുഡ് ചെയിനിലൂടെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അടുത്തായിട്ട് അല്ലേ ഒരു കണ്ടെയ്നർ മറിഞ്ഞ് അല്ലേ കൊല്ലത്ത്. അപ്പോൾ നമ്മളെല്ലാവരും മീൻ ഇനി കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അതായത് ഈ ഓരോ ട്രോഫിക് ലെവൽ കൂടും തോറും ഈ കെമിക്കല് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു മീന്, ആ മീനിൻ്റെ ഉള്ളിലൊരു വിഷാംശം കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ആ മീനിനെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ആ മീനിൽ കയറിയിരിക്കുന്ന വിഷാംശത്തിൻ്റെ ഡബിളാവും നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ. അതായത് കെമിക്കൽ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ അത് മാഗ്നിഫൈ ആവും. ഇതിനെ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കാറുണ്ട്. അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ടോക്സിക് പാസ്സാവുമ്പോൾ അത് ഡബിളാവും. അതിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓർ ബയോ അക്യുമുലേഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകും തോറും ഇതെന്തായിക്കൊണ്ടിരിക്കും? ഇതിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ അതാണ് DDTയുടെ ഒക്കെ പ്രശ്നം. DDT ഒക്കെ നമ്മുടെ ബോഡിയുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് കുട്ടി ഉണ്ടെങ്കിൽ അവരുടെ എന്താണ് ബ്രസ്റ്റ് മിൽക്ക് വഴി കുട്ടിയിലേക്ക് DDT വരാൻ ചാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ് അത് അടുത്ത, അപ്പോൾ പിന്നെ ആ കുട്ടിയിലേക്ക് വരും, അത് പിന്നെ അടുത്ത, അങ്ങനെ ഇത് ഒരിക്കലും നശിച്ചു പോവില്ല. ഇത് ഇങ്ങനെ ഇവിടെ തന്നെ നിലനിൽക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം
പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് POPക്ക് എക്സാമ്പിളാണ് ആൽഡ്രിൻ, ക്ലോർഡെയിൻ, DDT, ഡയൽഡ്രിൻ, എൻഡ്രിൻ, ഹെപ്റ്റാക്ലോർ, ഹെക്സാക്ലോറോബെൻസീൻ, മൈറെക്സ്, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ, അതായത് PCB എന്നും കാണാറുണ്ട്. പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ, വെരി ഇമ്പോർട്ടൻറ്റ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ ചോദിച്ചു കണ്ടില്ലാണ്. PCB, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ, അതൊരു POP ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ടോക്സെഫീൻ, ഇതൊക്കെ എന്താണ്, പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടേമുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയും ടേമുകൾ അറിഞ്ഞാലായിരിക്കും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ അബയോട്ടിക് പറഞ്ഞില്ലേ, അപ്പോൾ അബയോട്ടിക്കിൽ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഇപ്പോൾ ബയോട്ടിക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു അല്ലേ. ബയോട്ടിക് നമ്മൾ എന്താണ് പ്രൊഡ്യൂസേഴ്സ് എന്നും കൺസ്യൂമേഴ്സ് എന്നും ഡീകമ്പോസേഴ്സ് എന്നും ഒക്കെ കണ്ടു. ഇനി നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന മറ്റൊരു കമ്പോണൻ്റ് ഉണ്ട്, അബയോട്ടിക് കമ്പോണൻ്റ്. അപ്പോൾ അബയോട്ടിക് കമ്പോണൻറ്റിൽ നമ്മൾ ലൈറ്റ്, എയർ, ലാൻഡ്, വാട്ടർ ഇതൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഓരോ കമ്പോണൻറ്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയും അതിനുണ്ടാവുന്ന പൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അബയോട്ടിക് കമ്പോണൻറ്റിൽ ഒന്നാണ് എയർ എന്ന് പറയുന്നത്. ഈ എയർ എന്ന് പറയുന്നത് എവിടെയാണ്? അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയറിൻ്റെ ഓരോരോ ലെയേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ലെയർ എന്താണ്? ട്രോപ്പോസ്ഫിയർ. ആദ്യത്തെ ലെയർ എന്ന് പറയുമ്പോൾ ഭൂമിയോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എയറിൻ്റെ ലെയറിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുക. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും അടുത്തുള്ള ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്തുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു ലെയറിനെയാണ് അല്ലേ. ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ എന്താണ് ലെയറുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ലെയറാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ദി എർത്ത് സർഫസ് ആൻഡ് എക്സ്റ്റെൻഡ്സ് 8 to 14.5 കിലോമീറ്റർ ഹൈ. അത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 മുതൽ 14.5 കിലോമീറ്റർ വരെ ഹൈറ്റിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ട്രോപ്പോസ്ഫിയർ കാണാൻ പറ്റുക. ഓക്കെ, ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ആദ്യത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ആദ്യത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അത് ഭൂമിയുടെ സർഫസിൽ നിന്ന് ഒരു 8 മുതൽ 14.5 കിലോമീറ്റർ വരെ ഹൈറ്റിലാണ് നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ കാണാൻ പറ്റുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡെൻസസ്റ്റ് പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഭാഗമാണ്. അതെന്താണ് ഡെൻസിറ്റി കൂടിയ ഭാഗം എന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് ആണല്ലേ. ഇപ്പോൾ ഹണിയും വെള്ളവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതിനാണ് ഡെൻസിറ്റി കൂടുതലുള്ളത്, ഭാരം ഉള്ളത്? ഒരു ഗ്ലാസ് ഹണിയും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഭാരം കൂടുതലുള്ളത് ഹണിക്കായിരിക്കും അല്ലേ. അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ഡെൻസിറ്റി കൂടുതലുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഡെൻസിറ്റി കൂടിയ ഭാഗം, അതായത് വെയിറ്റ് കൂടിയ ഭാഗം എപ്പോഴും താഴെയല്ലേ കിടക്കുക. അതായത് ഇപ്പം നമ്മളൊരു വെള്ളത്തിനകത്ത് നല്ല വെയിറ്റ് ഉള്ളൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും പോവുക? താഴത്തോട്ട് പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ഡെൻസസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ട്രോപ്പോസ്ഫിയർ. അതുകൊണ്ടാണ് അത് എവിടെ കിടക്കുന്നത്? ഏറ്റവും താഴെ കിടക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് ചിന്തിക്കുമ്പോഴാണ് ഞാൻ താഴെ എന്ന് പറയുന്നത്. പിന്നെ എല്ലാം ഇതിൻ്റെ മുകളിലാണ് ലെയറുകൾ വരുന്നത്. അപ്പോൾ ഏറ്റവും താഴെ വരുന്ന ലെയറാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. താഴെ വരാൻ കാരണം അത് ഡെൻസിറ്റി കൂടിയതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലാണ് അടുത്ത ലെയർ വരുന്നത്, അതിൻ്റെ മുകളിലാണ് അടുത്ത ലെയർ. അതായത് നമ്മൾ എർത്തിൻ്റെ ചുറ്റും ഓരോ സർക്കിൾ വരക്കുക. ആദ്യത്തെ സർക്കിൾ എന്താണ്? ട്രോപ്പോസ്ഫിയർ. പിന്നെ അടുത്ത സർക്കിളാണ് സ്ട്രാറ്റോസ്ഫിയർ, അടുത്ത സർക്കിളാണ് മീസോസ്ഫിയർ. ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും വലയം പോലെയാണ് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറുകൾ കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന ലെയറാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ലെയർ ഏതായിരിക്കും? ട്രോപ്പോസ്ഫിയർ. ഓക്കെ, സംഭവം ക്ലിയർ ആയല്ലോ. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ വെദർ ഈസ് ഇൻ ദിസ് റീജിയൻ. വെദർ കണ്ടീഷനൊക്കെ തീരുമാനിക്കുന്നത് ഈ ട്രോപ്പോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ എയ്റോപ്ലെയിൻ പറക്കുന്നതൊക്കെ ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഏരിയയിൽ കൂടെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ വരെ ഹൈറ്റ്, അതായത് ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ വരെ ദൂരത്തിൽ കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറും കഴിഞ്ഞിട്ട് അടുത്ത ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെയാണ് നമുക്ക് ഓസോൺ കാണാൻ പറ്റുക. നമ്മുടെ ഭൂമിയെ അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓസോൺ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി നമ്മൾ പൊല്യൂഷൻ പഠിക്കുമ്പോൾ ട്രോപ്പോസ്ഫെറിക് ഓസോണ് പൊല്യൂട്ടൻ്റ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓസോൺ നല്ലതല്ലേ, പിന്നെ എങ്ങനെയാണ് അത് പൊല്യൂഷന് കാരണമാവുന്നതെന്ന്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ വന്നാൽ നല്ലതാണ്.
പക്ഷേ ഓസോണ് ട്രോപ്പോസ്ഫിയറിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതൊരു പൊല്യൂട്ടൻ്റ് ആണ്. അതായത് ഓരോ സംഭവങ്ങളും ആ സംഭവം ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ് അല്ലേ. അതായത് ഇപ്പം നമ്മൾ ഉപ്പെന്ന് പറയുന്നത് നല്ല സാധനമാണ്. നമ്മൾ സാമ്പാറിൽ ഉപ്പിടുമ്പോൾ ഓക്കെയാണ്. പക്ഷേ പായസത്തിനകത്ത് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അതുപോലെ ഓസോൺ ലെയറൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് എവിടെ ആയിരിക്കണം? സ്ട്രാറ്റോസ്ഫിയറിലായിരിക്കണം. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിലേക്ക് ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ വന്നു കഴിഞ്ഞാൽ അത് ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. പൊല്യൂഷൻ പറയുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഇരിക്കുന്നത് എന്ന് ഓർക്കുക. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ലെയർ ഇരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ തുളയൊക്കെ വീണിട്ട് നമ്മൾ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ലെയറാണ് മീസോസ്ഫിയർ. അപ്പോൾ ആദ്യം ട്രോപ്പോ, പിന്നെ സ്ട്രാറ്റോ, ഇനി മീസോസ്ഫിയർ. ഇത് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് 85 കിലോമീറ്റർ വരെ ദൂരത്തിലാണ് നമുക്ക് മീസോസ്ഫിയർ കാണാൻ പറ്റുക. ഇറ്റ് ഹാസ് ദ കോൾഡസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കോൾഡസ്റ്റ് ടെമ്പറേച്ചർ കാണാൻ പറ്റുക ഈ മീസോസ്ഫിയറിലാണ്. ഫിനോമിന ഓഫ് ഷൂട്ടിംഗ് സ്റ്റാർ, മിറ്റിയോർ അല്ലേ, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും മീസോസ്ഫിയറിൽ. ഓക്കെ, അടുത്ത ലെയറാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറയുന്നത് 690 കിലോമീറ്റർ വരെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ദൂരത്തിൽ കാണാൻ പറ്റുന്ന ലെയറാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ലെയറും കൂടിയാണ്. അതായത് റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ സഹായിക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ലെയറും കൂടിയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ തെർമോസ്ഫിയർ ആണ്. തെർമോ എന്ന് പറയുമ്പോൾ തന്നെ സംതിങ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലായല്ലേ. തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. അപ്പോൾ തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ തന്നെ ടെമ്പറേച്ചർ റൈസസ് എബവ് 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1500 ഡിഗ്രി സെൽഷ്യസ്, അതായത് 1500 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ആ ഒരു ലെയറാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. തിക്കസ്റ്റ് ലെയറാണ് അറ്റ്മോസ്ഫിയറിൻ്റെ. സാറ്റലൈറ്റ് ഒക്കെ ഇവിടെയാണ് കാണപ്പെടുക. ഓക്കെ, അടുത്തത് എക്സോസ്ഫിയർ ആണ്. അപ്പർ ലിമിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു അപ്പർ ലിമിറ്റാണ്. അതായത് ഏറ്റവും ലാസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുക. അബ്സോർബ് ദ ഹീറ്റ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഫ്രം ദി ഗ്രൗണ്ട് ഇൻ എ പ്രോസസ് കോൾഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അതായത് നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യൻ്റെ കിരണങ്ങൾ പതിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? കുറച്ച് ഹീറ്റ് എനർജിയൊക്കെ നമ്മുടെ ഭൂമി എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ബാക്കി എന്താ ചെയ്യുക? റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ചൂട് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി എങ്ങോട്ടേക്കാണ് പോകുന്നത്? എക്സോസ്ഫിയറിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ പതിക്കുന്ന സൂര്യകിരണങ്ങളിലെ കുറച്ച് ഹീറ്റ് എനർജി ഭൂമി എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ബാക്കിയുള്ള ഓർഗാനിസത്തിനൊക്കെ ഈ ചൂട് വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഓർഗാനിസം ഒക്കെ എടുത്തിട്ട് ബാക്കി വരുന്ന ഈ ഹീറ്റ് എനർജി എന്ത് ചെയ്യപ്പെടും? ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ് എവിടെ പോയിട്ടാണ് ചെന്ന് അവസാനിക്കുന്നത്? എക്സോസ്ഫിയറിലാണ് ചെന്ന് അവസാനിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അബയോട്ടിക് പാർട്ട് അല്ലേ, ഇക്കോസിസ്റ്റത്തിൻ്റെ അബയോട്ടിക് പാർട്ടിലെ എയർ എന്ന് പറയുന്ന പാർട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എയർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറുകൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള എയർ പൊല്യൂഷനും കാര്യങ്ങളും, അതിന് വേണ്ട എയർ പൊല്യൂഷൻ തടയാൻ വേണ്ട കാര്യങ്ങളും, എയർ പൊല്യൂഷന് കാരണമായ കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുക. ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. താങ്ക് യു.